നമസ്കാരം. ബോയിങ് എന്ന സിനിമയിലെ ഒരു കഥ ഞാൻ 2-3 തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ബോറടിപ്പിക്കാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പക്ഷേ ഇന്ന് പറഞ്ഞില്ലെങ്കിൽ ആ കഥ പിന്നെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു അവസരം വരില്ല. അതായത് ബോയിങ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വാരിക നടത്തുന്ന ആളാണ് നമ്മുടെ ശങ്കരാടിൻ്റെ കഥാപാത്രത്തിൻ്റെ കീഴിൽ എഡിറ്റർ MG സോമൻ ആയിക്കൊണ്ട് ഒരു വാരിക നടത്തുന്നുണ്ട്. അതിൽ ഫോട്ടോഗ്രാഫർമാരാണ് മോഹൻലാലും മുകേഷും. അപ്പോൾ അവർക്കൊരു ദിവസം ഫീച്ചർ സ്റ്റോറി കൊടുക്കാനില്ല. അപ്പോൾ MG സോമൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ മോഹൻലാലും മുകേഷും കൂടിയിട്ട് പറയും, ഞങ്ങളൊരു കഥ പറഞ്ഞു തരാം. അങ്ങനെ ഏതോ ഒരു 8 വീട്ടിൽ പിള്ളമാരോ ഏതോ ഒരു ചങ്ങായിമാർ ഒരു ആദിവാസി ദളിത് യുവതിയെ, ഹരിജൻ യുവതി എന്താണ് അതിൽ പ്രയോഗിക്കുന്നത്, ബലാത്സംഗം ചെയ്തു കൊന്നു എന്ന് പറഞ്ഞൊരു കഥ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കും. പിന്നീട് അവസാനം ഈ കഥ പ്രസിദ്ധീകരിച്ച് വന്നതിന് ശേഷം, വാരിക അച്ചടിച്ച് വന്നതിന് ശേഷം വാർത്ത ഭയങ്കരമായിട്ട് പരക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരാളില്ലല്ലോ. അപ്പോൾ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞതിനാണ് അവർക്ക് ഒരു ആത്മവിശ്വാസം അതുകൊണ്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഗംഭീര സ്റ്റോറിയൊക്കെ ആയി പോയി അച്ചടിച്ച് വന്നു. പെട്ടെന്നൊരു ദിവസം ഓഫീസിലേക്ക് ഈ പറഞ്ഞ യഥാർത്ഥത്തിലുള്ള ടീം, അങ്ങനൊരു പേരുള്ള ഒരാളുണ്ട്, അങ്ങനൊരു സ്ഥലമുണ്ട്, പക്ഷേ അവർ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ടില്ല. അപ്പോൾ ഈ ആളുകൾ ചോദിക്കാൻ വരികയാണ് ഓഫീസിലേക്ക്. എന്നിട്ട് ഇടിച്ച് പരിപ്പിളക്കിയിട്ടാണ് ജഗതിനെയും ശങ്കരാട്ടിനെയൊക്കെ ഇടിച്ച് നിലത്തിട്ടിട്ട് ചവിട്ടുന്നൊക്കെയുള്ള വിഷ്വൽ വളരെ കോമഡി ആയിട്ട് നമ്മൾ ആസ്വദിക്കലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു വാർത്ത ഉണ്ടാക്കിയിട്ട് എഴുതിയ, അത് യഥാർത്ഥത്തിൽ അങ്ങനെ അതിൽ ചില കഥാപാത്രങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നമ്മളെ ചിരിപ്പിക്കുകയാണ് ചെയ്യുക. ഇത് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇന്നലെ മലയാള മനോരമ എഴുതിയ ഒരു ലീഡ് വാർത്ത, ചെറിയ വാർത്ത ഒന്നുമല്ല, ലീഡ് വാർത്തയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ആരംഭിക്കുന്നത്. ലീഡ് വാർത്ത ഇങ്ങനെയാണ്: വിദേശ ബാങ്കിലേക്ക് പണമൊഴുകി, CMRL എക്സാലോജിക് അന്വേഷണം ഗൾഫിലും എന്നാണ്. ഭയങ്കര വാർത്തയാണ്, ഭയങ്കര ആധികാരികമായിട്ടാണ്. ജിജോ ജോൺ പുത്തേഴത്ത് സ്വന്തം റിസ്കിൽ അന്വേഷിച്ച് കണ്ടെത്തിയ വാർത്തയാണ്. അബുദാബിയിൽ ഒരു അക്കൗണ്ട് ഉണ്ട്. കരിമണൽ കമ്പനിയായ CMRL ഉൾപ്പെട്ട പണമിടപാട് കേസിൽ വിദേശ ബാങ്ക് അക്കൗണ്ട് കേന്ദ്രീകരിച്ച് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ആരംഭിച്ചു. CMRL എക്സാലോജിക് ഇടപാടിൽ കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്ന അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 2 വിദേശ കമ്പനികൾ വൻ തുക നിക്ഷേപിച്ചു എന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ്, കനേഡിയൻ കമ്പനിയായ SNC ലാവ്ലിൻ എന്നിവയുടെ അക്കൗണ്ടുകളിൽ നിന്ന് അബുദാബി ബാങ്ക് അക്കൗണ്ടിലേക്ക് 2016-19 കാലയളവിൽ പലതവണ പണം നിക്ഷേപിച്ചതായി SFIOയ്ക്ക് വിവരം ലഭിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ്. അപ്പോൾ എക്സാലോജിക് എന്ന് പറഞ്ഞൊരു കമ്പനി അവിടെ ഉണ്ടത്രേ. അപ്പോൾ അവിടുത്തെ കമ്പനിയുടെ പേരിലാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോവും അല്ലേ. ഇവിടെ എന്തോ ബാംഗ്ലൂരിലെ എക്സാലോജിക് കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾ, പിണറായിയുടെ മകളുടെ ആണെന്ന് പറഞ്ഞിട്ടാണല്ലോ ഒരു അന്വേഷണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള SFIOയുടെ ഇടപെടലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ നമ്മൾ കണ്ട വാർത്ത. അപ്പോൾ ഈ വാർത്ത മനോരമയിൽ വന്നപ്പോൾ ഞാൻ ഞെട്ടി. ഇമാതിരി വാർത്ത ഈ വേറെ ഏത് പത്രത്തിൽ കാണും? അല്ലെങ്കിൽ വേറെ അടുത്ത കാലത്ത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കഥകൾ പറയാനുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു ഏറ്റവും അവസാനം നടന്നൊരു സംഭവം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. exalogic.co എന്ന് പറയുന്ന വേറൊരു എക്സാലോജിക് കമ്പനി ഉണ്ട് ദുബായിൽ. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കമ്പനി ഉണ്ട്. മറ്റേ ബോയിങ്ങിൽ ബലാത്സംഗം ചെയ്ത് കൊന്ന ടീമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിലുണ്ടല്ലോ. ഇതുപോലെ ദുബായിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു കമ്പനി ഉണ്ട്. അത് വീണേൻ്റെ കമ്പനിയല്ല, ലോകമെങ്ങും അറിയുന്ന ഈ പറഞ്ഞ പോലെ PWDCയുടെ കാര്യമൊക്കെ നമ്മൾ പറയുമല്ലോ. 4,500 കോടിയുടെ ആസ്തിയൊക്കെ ഉള്ള വമ്പൻ കമ്പനിയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ exalogic.co രാവിലെ ഒരു റിലീസ് ഇറക്കിയിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. വി ഹാവ് നോ അതർ സബ്സിഡറി ഓർ അഫിലിയേറ്റ്സ് ഓർ അസോസിയേറ്റ് കമ്പനീസ്. We are not associated with any other entities or brands with prefix or suffix exalogic. We would like to further clarify and confirm that none of our co-founders, directors has any political affiliation or related to any political parties across geographies that we operate. അതായത് ഈ പറയുന്ന എക്സാലോജിക് എന്ന് പറയുന്ന ദുബായിൽ ശരിക്കും ഉള്ള കമ്പനി രംഗത്ത് വന്നിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഒന്നും ഒരു ഇടപാടും നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ വേറെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല, ഞങ്ങൾക്കൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ടും ബന്ധമില്ല, ഞങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് വേറൊരു കമ്പനി ഇല്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ മനോരമയിലെ വാർത്ത എങ്ങനെ ഇങ്ങനെ ആധികാരികമായിട്ട് റിപ്പോർട്ട് ചെയ്തു എന്ന് നമ്മൾ സംശയിക്കില്ലേ? ഒരു ഇല്ലാത്തൊരു കമ്പനി അല്ലെങ്കിൽ സാങ്കല്പികമായ ഒരു കമ്പനിയെക്കുറിച്ച് അങ്ങനെ വാർത്ത എഴുതുന്നത് എങ്ങനെയാണ്? നമ്മൾ ബോയിങ്ങിൽ കണ്ടതുപോലെ അങ്ങനെ ഒരു കുടുംബക്കാർ ഉണ്ടായിരുന്നു, അവർ ബലാത്സംഗം ചെയ്തു കൊന്നു എന്ന ആ കാര്യം മാത്രമാണ് തെറ്റ്. യഥാർത്ഥത്തിൽ അവരുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പം മോഹൻലാലിനോടും മുകേഷിനോടും സോമനോടൊക്കെ ചോദിക്കാൻ വന്നതുപോലെ ഇപ്പോൾ എക്സാലോജിക്ക് ചോദിക്കാൻ വന്നിരിക്കുകയാണ്.
പിന്നെയാണ് നമുക്ക് ഒന്നും കൂടി ഞാൻ നേരത്തെ ഇതിൻ്റെ തുടർച്ചയിലേക്ക് പോവുകയാണ്. മനോരമ ഈ വാർത്ത പ്രസിദ്ധീകരിച്ച് വൈകുന്നേരത്തോടു കൂടി എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഷോൺ ജോർജ്, BJPയുടെ നേതാവുണ്ടല്ലോ, സാക്ഷാൽ PC ജോർജിൻ്റെ മോൻ ഷോൺ ജോർജ് ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, ഭയങ്കര സംഭവമാണ്, ഭയങ്കര പ്രശ്നമാണ്, ദുബായിൽ പിണറായിൻ്റെ മോക്ക് അക്കൗണ്ട് കമ്പനി കോടികൾ വിദേശ ബാങ്കിലേക്ക് പണം ഒഴുകി, ഞാനിതാ പരാതി കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഷോൺ ജോർജ് കൊടുക്കാൻ പോകുന്ന പരാതി തലേന്നാളാണ് മനോരമക്കാരന് കൊടുത്തത്. മനോരമ അത് പരാതി ഷോൺ ജോർജിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്നുള്ള മട്ടിലല്ല, ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു എന്നുള്ള മട്ടിൽ ലീഡ് വാർത്ത അടിച്ചു വിട്ടു. ഇതുമായി ബന്ധപ്പെട്ട് ഗൂഗിളിലോ എവിടുന്നോ എക്സാലോജിക് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ വിവരം ഷോൺ ജോർജിനും കൂട്ടർക്കും കിട്ടിയിരിക്കണം. അപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടല്ലോ ഉടനെ അത് പിണറായി വിജയൻ്റെ മകളുടെ വീണ ടിയുടേതാണ് എന്ന് തീരുമാനിച്ചിരിക്കണം അവർ. പണ്ട് കമല ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞ് സിംഗപ്പൂർ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അത് പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിനോട് സാമ്യമുണ്ട്, അത് പിണറായിയാണ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞ് പത്രങ്ങൾ അടിച്ചുവിട്ട ഒരു കഥ നമുക്കറിയാം. സമാനമായ സംഭവത്തിൻ്റെ തുടർച്ച, പുതിയ കാലത്തുള്ള സാധ്യത, exalogic.co എന്ന് പറയുന്ന ലോകമെങ്ങും വലിയ സ്വാധീനമുള്ള ശക്തിയുള്ള വൻകിട കമ്പനിയുടെ പേരിലെ സാമ്യം വെച്ചിട്ടുള്ളൊരു വാർത്തയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അല്ലാണ്ട് ഇതിനി പിണറായി വിജയൻ്റെ ബിനാമി കമ്പനിയാണോ നമുക്കറിയില്ല കേട്ടോ. ഇനി അത്തരത്തിലുള്ള ആരോപണങ്ങളും വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള നിഗമനത്തിലാണ് എത്താൻ കഴിയുക. യഥാർത്ഥത്തിൽ സംഭവിച്ചതിൻ്റെ ഈ വാർത്തയിൽ ഷോൺ ജോർജിനെ ഇത്രമാത്രം വിശ്വസിച്ച് മനോരമയും മാധ്യമങ്ങളും ഇന്നലെ ഉച്ചവരെ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവുക വമ്പൻ ബ്ലണ്ടർ അവർക്ക് പറ്റി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സാധാരണ രാത്രി ചർച്ചകൾ ചാനലുകളിൽ നോക്കിയാൽ നമുക്ക് ഇമാതിരി വിഷയത്തിലെ അമ്പും തുമ്പും കിട്ടിയാൽ തന്നെ കൂലങ്കുഷമായി ചർച്ച ചെയ്യുന്ന ചാനൽ ചർച്ചകളാണ് നമ്മുടെ മുമ്പിലേക്ക് വരിക. ഇന്നലെ രാത്രി മനോരമ ഒഴികെ കാര്യമായി റിപ്പോർട്ടർ TV അത് ചർച്ച ചെയ്തു. അവർ അതിൻ്റെ മറ്റൊരു ആംഗിളാണ് ചർച്ച ചെയ്തത്. പക്ഷേ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഈ ചർച്ചയുണ്ടായില്ല, മാതൃഭൂമി ന്യൂസിലുണ്ടായില്ല, 24 ഇങ്ങനെ വലിയ തോതിലുള്ള ചർച്ചകളൊന്നും ഈ മട്ടിലേക്ക് കടന്നില്ല. എന്തുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ വിനു വി ജോണിനെ പോലെ ആധികാരികമായി മുതിർന്ന നിലയിൽ ചർച്ച ചെയ്യുന്ന മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഈ വിഷയത്തിലേക്ക് കൈവച്ചില്ല എന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതിൽ അബദ്ധം പറ്റിക്കഴിഞ്ഞു എന്ന് അവർക്കൊക്കെ മനസ്സിലായി കാണണം ഈ കാര്യത്തിൽ. കാരണം ഷോൺ ജോർജിൻ്റെ പ്രസ് മീറ്റ് മാത്രം മതി ഇതിലെ അബദ്ധം മനസ്സിലാക്കാൻ. റിപ്പോർട്ടർ TVയിൽ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഡോക്ടർ അരുൺ കുമാർ ഈ കാര്യം വിശദീകരിച്ചിട്ട് ആദ്യം തന്നെ പറഞ്ഞിരുന്നു, വിയറ്റ്നാം കോളനിയിൽ ശങ്കരാടി കാണിക്കുന്ന കൈരേഖയുടെ രേഖയെങ്കിലും വേണം, ആ തെളിവെങ്കിലും വേണമായിരുന്നു. അതുപോലും ഇല്ലാണ്ടാണ് ഈ ഷോൺ ജോർജ് ഈ കാര്യത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് ആ കാര്യം അരുൺകുമാർ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ഞെട്ടിക്കുന്ന ഒരു ആരോപണമാണ് മുമ്പോട്ട് വന്നിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ഞെട്ടിത്തെരിച്ച ഷോൺ ജോർജിന്റെ പരാതിയിൽ ഷോൺ ജോർജ് തന്നെ പറയുന്നത്, ഐ റെസ്പെക്ട്ഫുള്ളി സബ്മിറ്റ് ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ എബവ് സ്റ്റേറ്റഡ് മാറ്റേഴ്സ്. ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾക്കൊന്നും തന്നെ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എൻ്റെ കയ്യിലില്ല എന്നാണ് ഷോൺ ജോർജ് പറയുന്നതും അത് കേട്ട് പ്രതിപക്ഷ നേതാവ് ഞെട്ടിത്തിരിക്കുന്നതും. ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ദുബായിൽ ഇങ്ങനെ ഒരു കമ്പനിയുടെ പേര് കണ്ട ഉടനെ അത് വീണ ടിയുടേതാണ് സമർത്ഥിക്കുന്നതിന് മുമ്പ് മിനിമം പ്രാഥമിക പരിശോധനകളെങ്കിലും നടത്തണ്ടേ? തനിക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇല്ലാത്ത ഒരു വിവരത്തെ ആധികാരികമായിട്ടുള്ള ഒരു പരാതിയായി ഹൈക്കോടതിയിൽ അവതരിപ്പിക്കുക, അതൊരു വലിയ ബോംബായി, ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയായി പത്രസമ്മേളനത്തിൽ അവതരിപ്പിക്കുകയാണ് ഷോൺ ജോർജ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന് മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാനുള്ള നിമിഷത്തിന്റെ ആയുസ് മാത്രമേ ഷോൺ ജോർജിന്റെ പരാതിക്കുണ്ടായിരുന്നുള്ളൂ. PC ജോർജിന്റെ നിലവാരത്തിലേക്ക് മകൻ ഷോൺ ജോർജ് എത്തി എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന രണ്ടാമത്തെ ഘട്ടമാണ് എന്ന് പറയേണ്ടി വരും. തീർച്ചയായും അച്ഛന്റെ മകൻ തന്നെയാണ് ഷോൺ ജോർജ് എന്ന കാര്യത്തിൽ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു ഈ ആരോപണത്തിലൂടെ. 1.72 കോടി രൂപ സർവീസ് നൽകാം എന്ന് പറഞ്ഞ് വാങ്ങി എന്നുള്ളതാണല്ലോ കേസിന്റെ അടിസ്ഥാനം. അതായത് പെട്ടെന്ന് മനസ്സിലാവാൻ നമുക്ക് ഒരു ഉദാഹരണം പറയാൻ പറ്റും. നരേന്ദ്രമോദി ഒരു 1.5 ദിവസം ഹോട്ടലിൽ താമസിക്കുന്ന പൈസ, നമ്മൾ കഴിഞ്ഞ ദിവസം മൈസൂരിൽ ഒരു ഹോട്ടലിൽ അദ്ദേഹം താമസിച്ചതിൻ്റെ ബില്ലിൻ്റെ തർക്കം നമ്മൾ കണ്ടില്ലേ. നരേന്ദ്രമോദി അവിടെ താമസിച്ച് പൈസ കൊടുത്തില്ല, ഞങ്ങൾക്കത് വേണം എന്നൊക്കെ പറഞ്ഞ് ഹോട്ടൽ ഉടമകൾ രംഗത്ത് വന്നു. അവസാനം പലിശ അടക്കം ഒരു ദിവസത്തെ താമസത്തിന് 1 കോടി റുപ്യാവും. 80 ലക്ഷം രൂപയാണ്, 86 ലക്ഷമോ 80 ലക്ഷത്തിന് മുകളിലാണ് പലിശ അടക്കം 1 കോടിയാവും. അപ്പോൾ 1.5 ദിവസം നരേന്ദ്രമോദി താമസിക്കുന്ന ചിലവാണ് 1.72 കോടി രൂപ. അത് വീണ ടിയുടെ അക്കൗണ്ടിലേക്ക് ഈ സർവീസ് നൽകാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു. ആ കോൺട്രാക്റ്റിൽ പറയുന്നത് പോലെ സർവീസ് കൊടുത്തില്ല എന്നുള്ളതാണല്ലോ SFIയുടെ കേസിൻ്റെ അടിസ്ഥാനം. അപ്പോൾ അങ്ങനെയുള്ള ആ കേസ് അടിസ്ഥാനമായിരിക്കുന്ന എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിക്ക് സമാനമായ ഒരു കമ്പനി ദുബായിൽ ഉടനെ തന്നെ കണ്ടു. മിനിമം ഗൂഗിളിൽ അടിച്ചു നോക്കി അതിൻ്റെ ഡീറ്റെയിൽസ് എങ്കിലും നോക്കണമായിരുന്നു ഷോൺ ജോർജ്. അപ്പോൾ തന്നെ തീരുമാനിച്ചു. ഈ എക്സാലോജിക് കൺസൾട്ടിംഗ് കമ്പനിയുടെ ഉടമസ്ഥതയെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ഇതിൽ പറയുന്ന സുനീഷ് നമുക്കറിയാവുന്നതുപോലെ വീണ തേക്കണ്ടിയുടെ ഹസ്ബൻഡായിരുന്നു. അവർ ഡിവോഴ്സ് ആവുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 2017 ഇടപാട് നടന്നിരിക്കുന്നത്. അതായത് വേർപിരിഞ്ഞ ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരു ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടാക്കി, അതിൽ വേർപിരിയലിന് ശേഷം 2018 ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ നടത്തി എന്ന് പറയണമെങ്കിൽ അപാരമായ ലോജിക് ഉണ്ടാവണം.
അപാരമായ ഒരു 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 പ്രതിഭാസമായിരിക്കണം എന്നേ പറയാനുള്ളൂ. അപ്പോൾ ഇത് ഏത് റിലയബിളായ വ്യക്തിയിൽ നിന്ന് കിട്ടിയാണെങ്കിലും ഷോൺ ജോർജ് ചെയ്യേണ്ടിയിരുന്നത് ഈ ഡാറ്റകൾ ക്രോസ് ചെക്ക് ചെയ്യണമായിരുന്നു. ഈ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനി, അത് ബാംഗ്ലൂരിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ആ കമ്പനിക്ക് ഒരൊറ്റ ഡയറക്ടറേ ഉള്ളൂ, അത് വീണ തേക്കണ്ടിയാണ്. എന്നാൽ എക്സാലോജിക് കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് 4500 കോടി രൂപയോളം ടേൺ ഓവറുള്ള, ഏകദേശം 250-500ഓളം ആളുകൾ വർക്ക് ചെയ്യുന്ന, 7-8 രാജ്യങ്ങളിലെ പടർന്നു കിടക്കുന്ന, UK-യിലും കെയ്റോയിലും UAE-യിലും അബുദാബിയിലും ഒക്കെ ദുബായിലുമൊക്കെ വേരുകളുള്ളൊരു വലിയ കമ്പനിയാണ്. ആ കമ്പനി ഇപ്പോഴും കഴിഞ്ഞ മാസം വരെയും ഏറ്റവും മികച്ച രീതിയിൽ എക്സാലോജിക്കിൻ്റെ IT കൺസൾട്ടിംഗ് അടക്കം ബ്രാൻഡിംഗ് അടക്കം ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. ചുരുക്കത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വീണ്ടും ഞാൻ ബോയിങ്ങിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്ന് പറഞ്ഞ ആ ആൾക്കാർ യഥാർത്ഥത്തിൽ ആ പേര് ഉണ്ടായിരുന്നു. ഇവിടെ എക്സാലോജിക് എന്ന് പറഞ്ഞ് ദുബായിൽ ഒരു കമ്പനി ഉണ്ട്, യഥാർത്ഥത്തിലുണ്ട്. ആ കമ്പനിയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇമാതിരി ഒരു ബന്ധവുമില്ല, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കമ്പനിയല്ല എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടം അബുദാബിയിലെ അവിടുത്തെ നേരിട്ടുള്ള പ്രധാനപ്പെട്ട സർക്കാർ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ബാങ്കിനെ കുറിച്ചാണ്, അവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു ബാങ്കിനെ കുറിച്ചാണ് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്. അവിടുത്തെ ബാങ്കിൻ്റെ അക്കൗണ്ടിലൂടെ ഫ്രോഡ് നടന്നു എന്നുള്ളതാണ്. അതിൻ്റെ തുടർച്ച എങ്ങനെയായിരിക്കും, ആ സർക്കാർ ഇതിനെങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് കൂടി ഷോൺ ജോർജ്, BJPക്ക് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവാണല്ലോ, BJPയുടെ നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ അതിൻ്റെ വിശദീകരണങ്ങൾ കൂടി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും പോരട്ടെ ഇമാതിരി വാർത്തകൾ നമുക്ക് കണ്ട് രസിക്കാൻ. ഇതിൽ പരം വേറെന്ത് വേണം? നന്ദി, നമസ്കാരം.